പ്രവാസ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് സ്കെച്ചസ്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ തിരികെ എത്തിക്കാൻ ഇന്ത്യ. ഈ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കണമെന്ന് ഇറാനോട് ഇന്ത്യ ആവശ്യപ്പെടും. 14 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലുകളെ തിരികെ രാജ്യത്തെത്തിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. ആഗോള സാമ്പത്തിക പാതയായ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി വ്യാപാര കപ്പലുകളുടെ ഗതിയെ തന്നെ ബാധിച്ചു. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിത പാത ഒരുക്കാൻ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ് ഇന്ത്യ. ഹോർമുസിലെ മറ്റ് വിദേശ കപ്പലുകളിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും ഇന്ത്യ ഇറാനെ അറിയിക്കും. നേരത്തെ ലൈബീരിയൻ പതാകയുള്ള ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പൽ ഒമാൻ തീരത്ത് വെച്ച് ഇറാൻ സൈന്യം തടഞ്ഞിരുന്നു. ഇറാൻ വെടിവെപ്പ് നടത്തിയ യൂഫോറിയ കപ്പലിൽ 21 ഇന്ത്യൻ നാവികരായിരുന്നു ഉണ്ടായത്. മേഖലയിലെ ഇന്ത്യൻ നാവികരെല്ലാം സുരക്ഷിതരെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചത്. ഇന്ത്യയിലേക്കുള്ളതടക്കമുള്ള ചരക്ക് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുന്നത് നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. രാജ്യത്തെ ഇന്ധന ആവശ്യങ്ങൾക്കായി എത്തുന്ന ക്രൂഡ് ഓയിലിന്റെയും LPGയുടെയും പ്രധാന പാതയായ ഹോർമുസിലെ പ്രതിസന്ധി ഇന്ത്യക്ക് വൻ തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇറാനുമായുള്ള സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലാനെ പുറത്താക്കി US. പുറത്താക്കലിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൽ US നാവിക ഉപരോധം തുടരുന്നതിനിടെയാണ് നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ പെന്റഗൺ പുറത്താക്കിയിരിക്കുന്നത്. ജോൺ ഫെലാൻ നാവികസേനയ്ക്ക് പുറത്തേക്ക് പോവുകയാണെന്നും ഉടനടി തീരുമാനം നടപ്പിലാക്കുകയാണ് എന്നുമാണ് പെന്റഗൺ അറിയിച്ചത്. നേവി അണ്ടർ സെക്രട്ടറി ഹുങ്കോ പുതിയ സെക്രട്ടറിയാകും. 2024 ട്രംപ് പ്രത്യേക താൽപര്യമെടുത്താണ് ജോൺ ഫെലാനെ നേവി സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചത്. എന്നാൽ ട്രംപിന്റെ വിശ്വസ്തനായ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്തുമായി ജോൺ ഫെലാൻ നല്ല ബന്ധത്തിലായിരുന്നില്ല. ഇതാണ് പുറത്താക്കലിലേക്ക് നയിച്ചത്. ഇറാനിലെ യുദ്ധത്തിനിടെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ പുറത്താക്കി ആഴ്ചകൾക്കകമാണ് വീണ്ടും ഒരു പുറത്താക്കൽ. ട്രംപിനെ കൂടുതൽ വിശ്വസ്തരായ ആളുകളെ നിർണായക പദവികളിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. റാൻഡി ജോർജിന് പുറമെ ആർമി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രെയിനിംഗ് കമാൻഡ് മേധാവി ജനറൽ ഡേവിഡ് ഹോട്ട്നെ, ആർമി ചാപ്ലൈൻ കോപ്സ് മേധാവി മേജർ ജനറൽ വില്യം ഗ്രീൻ എന്നിവരെയും സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വീഴ്ത്താൻ ഇസ്രായേൽ പ്രതിപക്ഷം. ഈ വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിൽക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം. മുൻ പ്രധാനമന്ത്രിയും വലതുപക്ഷ നേതാവുമായ നാഫ്താലി ബെന്നറ്റും മധ്യനിലപാടുകാരനായ യാർ ലാപിഡുമാണ് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. ഞായറാഴ്ചയാണ് ഇരുവരും പാർട്ടികളുടെ ലയനം പ്രഖ്യാപിച്ചത്. പൊതുശത്രുവായ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാനാണ് ലയനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. യാർ ലാപിഡുമായി സഖ്യത്തിലേർപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ബെന്നറ്റ് പറഞ്ഞു. ജൂത സമൂഹത്തിനു വേണ്ടി എടുത്ത ഏറ്റവും ശക്തമായ നടപടിയാണിതെന്നും ബെന്നറ്റ് വ്യക്തമാക്കി. വലത് രാഷ്ട്രീയക്കാരനാണെങ്കിലും തനിക്കും ബെന്നറ്റിനുമിടയിൽ വലിയ വിശ്വാസ്യതയുണ്ടെന്ന് ലാപിഡും പറഞ്ഞു. തങ്ങളുടെ കൂട്ടായ്മയെ ഒന്നിപ്പിക്കാനും ഭിന്നതകളെ ഇല്ലാതാക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാനുമാണ് ഇങ്ങനെയൊരു നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ദേശീയ തലത്തിൽ കമ്മീഷൻ രൂപീകരിക്കുമെന്നും ഇരുവരും പറഞ്ഞു. ഹമാസ് ആക്രമണത്തിന് ശേഷം വളരെ മോശം രീതിയിലാണ് നെതന്യാഹു രാജ്യം ഭരിക്കുന്നത്. ഇറാനുമായുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ ദുരന്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്ന നെതന്യാഹു 2022 നവംബറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും രാജ്യത്തെ ഏറ്റവും തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവന്നത്. എന്നാൽ ഒക്ടോബർ 7 ഹമാസ് ആക്രമണവും തുടർന്നുണ്ടായ പലസ്തീൻ വംശഹത്യയും മൂലം നെതന്യാഹുവിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലും നെതന്യാഹുവിനെതിരെ വലിയ രീതിയിൽ ജനവികാരം തിരിച്ചുവിടാൻ ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. പ്രവാസ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളുമായി ഗൾഫ് ലൈഫ്. ലെബനോണിൽ വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ മാധ്യമപ്രവർത്തക അമൽ ഖലീൽ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഹിസ്ബുള്ള കേന്ദ്രത്തിൽ നിന്നും പുറപ്പെട്ട വാഹനങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിട്ടില്ലെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം. ദക്ഷിണ ലെബനോണിലെ അത്തിരി ഗ്രാമത്തിൽ ഇസ്രായേൽ ഡ്രോണാക്രമണത്തിൽ ഒരു കാറിലുണ്ടായിരുന്ന 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനായി എത്തിയതായിരുന്നു അൽ അഖ്ബാർ പത്രത്തിലെ റിപ്പോർട്ടറായ അമൽ ഖലീലും ഫ്രീലാൻസ് ഫോട്ടോ ജേർണലിസ്റ്റ് സൈനഫ് ഫജാറും. ആക്രമണത്തെ തുടർന്ന് ഇവർ ഒരു കെട്ടിടത്തിൽ അഭയം പ്രാപിച്ചെങ്കിലും തൊട്ടുപിന്നാലെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ അമൽ ഖലീൽ കൊല്ലപ്പെട്ടു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ അമലിനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കുവാൻ സാധിച്ചത്. കൂടെയുണ്ടായിരുന്ന സൈനഫ് ഫറാജ് ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ ബോധപൂർവം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയവും വാർത്താവിനിമയ മന്ത്രാലയവും ആരോപിച്ചു. പരിക്കേറ്റവർക്ക് അടുത്തേക്ക് ആംബുലൻസുകളും രക്ഷാപ്രവർത്തകരും എത്തുന്നത് തടയാനായി ഇസ്രായേൽ റോഡുകൾ തുടർച്ചയായി ബോംബ് വർഷിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട വാഹനങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം. ലബനീസ് പ്രധാനമന്ത്രി നവാഫ് സലാം ഈ സംഭവത്തെ വ്യക്തമായ യുദ്ധക്കുറ്റമെന്നാണ് വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ഇസ്രായേൽ നീക്കങ്ങൾക്ക് മറുപടിയായി ഇസ്രായേൽ പീരങ്കി കേന്ദ്രത്തിന് നേരെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമിച്ച് വധിച്ചതിന് പിന്നാലെയാണ് ലെബനോണിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മുതൽ തുടർന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 2400-ലധികം ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഞായറാഴ്ച അവസാനിക്കാനിരിക്കെ അത് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വാഷിംഗ്ടണിൽ തുടരാനിരിക്കെയാണ് ഈ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടാമത്തെ ഫ്രഞ്ച് സൈനികനും മരിച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇറാൻ യുദ്ധം അയവില്ലാതെ തുടരുന്നതിനിടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചു. 2.5% വർധനവാണ് ബ്രെന്റ് ക്രൂഡിന് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ $107 ബ്രെന്റ് ക്രൂഡിന്റെ വില കുതിച്ചത്. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിലിന്റെ വിലയും ഉയർന്നു. $96 വില വർദ്ധിച്ചത്. പാകിസ്ഥാനിലെ ഇറാൻ-US ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് എണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടായത്. അതേസമയം ഹോർമുസ് തുറന്നതുകൊണ്ട് മാത്രം നിലവിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഇന്ധനക്ഷാമത്തിന് പരിഹാരമുണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഹോർമുസ് തുറന്നാലും ഇന്ധന വിതരണം സാധാരണ നിലയിലാകുവാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതുമൂലം ഉടനടി എണ്ണവിലയിൽ ഒരു വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനുമായുള്ള യുദ്ധം ഉടൻ തീരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ അമേരിക്ക വിജയിക്കും. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചർച്ച കൊണ്ട് കാര്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതിനു പിന്നാലെ ലെബനോണിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഉണ്ടായ പുതിയ പ്രകോപനം മേഖലയാകെ യുദ്ധഭീതിയിൽ വീണ്ടും ആഴ്ത്തിയിരിക്കുകയാണ്. തെക്കൻ ലെബനോണിലെ ഖിയാം, യഹുമർ, അൽ ഷാക്കിഫ് എന്നിവിടങ്ങളിലായിരുന്നു ശനിയാഴ്ച ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണവും സ്ഫോടനങ്ങളും. ഖിയാം നഗരത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ സ്ഫോടനങ്ങൾക്ക് മുതിർന്നെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. യഹുമർ, അൽ ഷാക്കിഫിൽ 2 തവണ വ്യോമാക്രമണമുണ്ടായി. നേരത്തെ യദർ, കഫ്ര എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി ലെബനോൺ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായി റാമിയ നഗരത്തിൽ ഇസ്രായേലിന്റെ കവചിത വാഹനം തകർത്തതായി ഹിസ്ബുള്ള അറിയിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ജനവാസ മേഖലകളിൽ ഇസ്രായേലിന്റെ നശീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലും ലെബനോണും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇരുവിഭാഗവും വെടിനിർത്തൽ സമ്മതിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അതേസമയം ലെബനോണുമായി ഒരു ചരിത്രപ്രധാനമായ സമാധാനത്തിന് ശ്രമമുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. US-ഉമായി സഹകരിച്ച് ഇറാനുമേൽ സമ്മർദ്ദം തുടരുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഹജ്ജ് സീസണോടനുബന്ധിച്ച് മക്കയിലും പുണ്യസ്ഥലങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി സൗദി അറേബ്യ. സന്ദർശക വിസയിലുള്ളവർക്ക് മക്കയിൽ താമസ സൗകര്യം നൽകുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താനാണ് തീരുമാനം. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തിയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ്. സന്ദർശക വിസയുടെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഈ നിയമം ബാധകമാണ്. ദുൽഖഅദ് 1 മുതൽ ദുൽഹിജ്ജ 14 വരെ, അതായത് മെയ് 31 വരെയുള്ള കാലയളവിൽ മക്കയിലോ പുണ്യസ്ഥലങ്ങളിലോ സന്ദർശക വിസക്കാർക്ക് താമസ സൗകര്യം നൽകുന്നത് കുറ്റകരമാണ്. ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, സ്വകാര്യ വീടുകൾ, തീർത്ഥാടകർക്കായുള്ള മറ്റു താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരക്കാരെ താമസിപ്പിക്കാൻ പാടില്ല. വിസിറ്റ് വിസയിലുള്ളവരെ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. ഒരാളെ താമസിപ്പിച്ചാൽ 1 ലക്ഷം റിയാൽ എന്നതാണ് കണക്ക്. എത്ര പേരെ താമസിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് പിഴ വർദ്ധിക്കും. ഹജ്ജ് സീസണിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അംഗീകൃത തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാനുമാണ് ഈ നടപടി. ഹജ്ജ് ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇതോടെ ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ആഴ്ച തിലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആഘോഷ കാഴ്ചകളുമായി
മറ്റൊരു അധ്യായവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം നമ്മൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.